ഇക്കാലത്ത് സത്യത്തിൽ നിന്ന് അസത്യം വിവേചിച്ചറിയുവാൻ കഴിയാത്ത ആളുകളുണ്ട്. അതുകൊണ്ടാണ് വ്യാജപ്രവാചകന്മാരെയും സത്യത്തിന്റെ ജനങ്ങളെയും ശരിയായി വേർതിരിച്ചറിയുവാൻ വേണ്ടി യേശു അവർക്ക് ഫലങ്ങൾ നൽകിയത്. നമുക്ക് മത്തായി അധ്യായം 7 വാക്യം 13 നോക്കാം. ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അതു കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. യേശു സത്യവും അസത്യവും വേർതിരിച്ചപ്പോൾ അവിടുന്ന് അവയെ ഇടുങ്ങിയ വാതിലിനോടും വീതിയുള്ള വാതിലിനോടും ഉപമിച്ചു. നമുക്ക് 15-ാം വാക്യം തുടർന്നു വായിക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമേയോ കടിച്ചുകീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. വ്യാജപ്രവാചകന്മാരാരാണെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയുവാൻ കഴിയില്ല. എന്നാൽ അവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. യേശു അവർക്ക് നൽകിയ സവിശേഷത ഇതാണ്: അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. മുള്ളുകളിൽ നിന്നു മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിനും നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അവരുടെ ഫലത്താൽ അവരെ വ്യക്തമായി വേർതിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. നമുക്ക് 21-ാം വാക്യം തുടർന്ന് വായിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മെക്കൊണ്ട് ദൈവഹിതം ചെയ്യിക്കുന്നവരല്ലേ യഥാർത്ഥ പ്രവാചകന്മാർ? എന്നാൽ അവിടത്തെ ഹിതം ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുന്നവരെല്ലാം വ്യാജ പ്രവാചകന്മാരാണ്. എന്നാൽ നമുക്ക് അവരുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വാക്യം 22. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്നു ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ഞായറാഴ്ച ആരാധന എന്ന ഫലം എവിടെ നിന്നാണ് വന്നത്? അത് സൂര്യദേവനെ ആരാധിക്കുന്ന ദിവസമാണ്. കൂടാതെ സൂര്യദേവന്റെ ജന്മദിനമായ ക്രിസ്തുമസുമുണ്ട്. അവയെല്ലാം സൂര്യദേവനെ ആരാധിക്കുന്നതിന്റെ ചട്ടങ്ങളാണ്. ഞായറാഴ്ച ആരാധന, ക്രിസ്മസ് എന്നീ ഫലങ്ങളിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമോ? ഞായറാഴ്ച ആരാധനയുടെയും ക്രിസ്മസിന്റെയും ഉത്ഭവം അറിയുമ്പോൾ നാം ഇപ്പോൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന സത്യം യഥാർത്ഥത്തിൽ വിശ്വസനീയമാണെന്ന വസ്തുത നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിന്റെ ഈ ഫലം രക്ഷയുടെ ഫലമായതിനാൽ പുതിയ നിയമ വേലക്കാരെന്ന നിലയിൽ നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതുവരെ നാം നമ്മുടെ കാൽവയ്പുകൾ നിർത്തരുത്.